ഹലോ, നമ്മുടെ ചാനൽ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നെല്ലിയമ്പതിയിലെ എല്ലാം കംപ്ലീറ്റ് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ടോപ്പ് വരെ പോയി ടോപ്പിൽ നിന്ന് തിരിച്ച് താഴോട്ട് വരുന്ന വരയ്ക്കുള്ള വീഡിയോ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണും. വീഡിയോ കാണുന്നവർ പാതി കണ്ടിട്ട് അതെന്താണെന്ന് ചോദിക്കരുത് പ്ലീസ്. ക്ഷമയോടെ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരമായിട്ടുള്ളൊരു വീഡിയോ ആണ്. വില കൊണ്ട് പാകമായിട്ടുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണൂ സുഹൃത്തുക്കളെ. വീഡിയോയിലോട്ട് പോകാം. 200 ഏക്കറാണ് ഈ ഭൂമി കിടക്കുന്നത്. ഈ ഭൂമിയിൽ ജന്മം തീരാധാരമാണ്. ഡോക്യുമെൻ്റ് പട്ടയം വേണ്ട. ഇതിൽ കാപ്പി ഏലമാണ് പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 8 വർഷമായിട്ട് ഇതിൽ പരിപാലനം കമ്മിയാണ്. എന്ന് വെച്ചാൽ പണിക്കാരെ വെച്ച് ചെയ്യുന്നില്ല. സത്യത്തിൽ അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ പേരിലാണ് രജിസ്ട്രേഷനിൽ കിടക്കുന്നത് സുഹൃത്തുക്കളെ. ആ കാരണമാണ് ഇങ്ങനെ ഒരു ഓപ്ഷനിൽ കിടക്കുന്നത്. ആ പ്രോപ്പർട്ടിയാണ് ഈ 200 ഏക്കർ. ഇതിൻ്റെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വേറെ ഒരു ആൾ ഷൂട്ട് ചെയ്ത് ഓണർക്ക് കൊടുത്ത് ഓണറാണ് എനിക്ക് ഫോർവേഡ് തന്നത്. അതിലെനിക്കൊരു അബദ്ധം പറ്റി. ആ വീഡിയോ 3 വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 3 വീഡിയോയും ഞാൻ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. നമുക്കത് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുത്തി തന്ന ഒരു വീഡിയോ ആണ്. അതിനു വേണ്ടി ഇന്ന് നമ്മൾ നേരിട്ട് പോയി വ്യക്തമായിട്ട് നമ്മൾ പോകുന്നതാണ് ഈ കാണുന്നത്. പോയി ആ ടോപ്പ് മുഴുവൻ എടുത്ത് നടന്ന് ഇറങ്ങി വന്ന് തിരിച്ചു വരുന്നത് വരെയുള്ള വീഡിയോയും നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. ഇതിൽ കാപ്പിയും ഏലമാണ് മെയിൻ. പിന്നെ ഏകദേശം ഒരു 60% കുരുമുളകുണ്ട്. കുരുമുളക് വള്ളി ഇഷ്ടം പോലെ പടർത്തിയിട്ടുണ്ട്. പക്ഷേ കാട് തെളിക്കാത്ത കാരണം അതിനകത്ത് പോയി ആരും വലിക്കാനില്ല. ഈ ഭാഗത്ത് ഇപ്പോൾ ഒരു മാസത്തിന് ശേഷം ഈ കാണുന്ന ഭാഗമെല്ലാം കാട് തെളിക്കാൻ വിട്ട് കാട് തെളിച്ച് കിടക്കുന്നുണ്ട്. ഇതിലെല്ലാം കുരുമുളക് വള്ളിയുണ്ട്. അപ്പോൾ ഈ മഴയത്ത് വഴിയെല്ലാം കേടുവന്നത് കാരണം പഞ്ചായത്ത് ഏറ്റെടുത്ത് ഈ റോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പാതി വഴിക്ക് വരെ ജീപ്പ് പോവും, പാതി നടന്നു പോയി പിന്നെ റിട്ടേൺ അവിടെ പോയി ഷൂട്ട് ചെയ്ത് എന്നിട്ട് റിട്ടേൺ വരേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങി നടക്കാൻ തുടങ്ങി. ഏറ്റവും ടോപ്പിലെത്തി. ഏറ്റവും ടോപ്പിലാണ് ഇവിടെ ഒരു 15 ഫാമിലിക്ക് അറ്റ് ആൻ ടൈം താമസിക്കാൻ പറ്റുന്ന ഒരു വലിയ റിസോർട്ട് എന്ന് വെച്ചാൽ വലിയൊരു ബംഗ്ലാവ് തന്നെ എന്ന് പറയാം. അത് പഴയ കാലത്തുള്ള തന്നെ. അതിനെ ആൾട്ടർ ചെയ്ത് 3, 4, 5 വലിയ റൂമുകളായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന നേര് താഴോട്ട് കാണുന്ന വ്യൂ പോയിൻ്റ് പോക്സൺ കമ്പനിയുടെ ചായ ഫാക്ടറിയാണ്. അത് അന്ന് നമ്മൾ വരുമ്പോഴെല്ലാം ഇവിടെ മഞ്ഞ് മൂടിയത് കൊണ്ട് നമ്മൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിൻ്റെ എൻഡ്. ഈ ബംഗ്ലാവിൻ്റെ വലതുവശത്ത് കാണുന്ന ഈ കമ്പനിയുടെ ചായ ഫാക്ടറിയാണ് അത് അതിലേക്കൂടെയാണ് വഴിയുള്ളത്. അതിൻ്റെ നേരെ മേൽഭാഗം കാണുന്ന ഏറ്റവും ടോപ്പ് എന്ന് വെച്ചാൽ സമുദ്രനിരപ്പിൽ നിന്നും വെറും മൊത്തം 4500 അടി ഹൈറ്റ്, ഏറ്റവും നെല്ലിയമ്പതിൻ്റെ ടോപ്പ്. ഇതാണ് ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന സ്ഥലം. ഇതിൻ്റെ ചുറ്റുഭാഗമാണ് നമ്മൾക്ക് 200 ഏക്കർ കൊടുക്കുക എന്ന് പറയുന്നത്. മൊത്തം ഇവരുടെ കയ്യിൽ 292 ഏക്കറാണ്. ഇപ്പോൾ 200 ഏക്കറാണ് ഇവർ സെയിലിന് വെച്ചിരിക്കുന്നത് സുഹൃത്തുക്കളെ. അതിൽ കാപ്പി ഏലമാണ് മെയിൻ പ്ലാന്റ്. അതിൽ 8 വർഷമായിട്ടും ഇതിനെ പരിപാലിക്കാത്ത കാരണം ഭൂമി കൊടുക്കാൻ വെച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. സത്യത്തിൽ ഇത് പ്രൈവറ്റ് അല്ല, പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. ഈ കമ്പനി ആരെങ്കിലും ഏറ്റെടുക്കാൻ നമുക്ക് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അത് ഞാൻ വിശദമായി അന്വേഷിച്ചതിന് ശേഷമാണ് ഈ വീഡിയോ വീണ്ടും പോസ്റ്റ് ചെയ്യുന്നത് സുഹൃത്തുക്കളെ. ആ കാണുന്നതാണ് നമ്മുടെ ബംഗ്ലാവ് കണ്ടത്. അതിലാണ് 15ഓളം ആൾക്കാരെ അറ്റ് ആൻ ടൈം താമസിക്കാൻ പറ്റും. അത് 3 പാർട്ടായിട്ട് ആൾക്കാർ വരികയാണെങ്കിൽ 3 പാർട്ടായിട്ട് ചെയ്യാൻ പറ്റും. സീസൺ സമയത്ത് 10,000 രൂപ റെൻറ്റിന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ദിവസത്തിന്. ഇതിൽ ഒരു 43 പുതിയ റിസോർട്ട് പണിയാനുള്ള പെർമിഷൻ അടക്കം എടുത്തു വച്ചിട്ടുണ്ട്. ഇതിനകത്ത് പഴയ പാടികൾ എന്ന് വെച്ചാൽ അന്ന് കാലത്ത് 350-400 ലേബേഴ്സ് വരെ താമസിച്ച് പണിയെടുത്ത ഈ തോട്ടമാണ് ഇത്. ഇതിനകത്താണ് ഇപ്പോൾ 43 റിസോർട്ട് പുതുക്കി പണിയാൻ പെർമിഷൻ എടുത്തു വച്ചിട്ടുണ്ട്.
ഇതിൽ വെള്ളം ശേഖരിക്കാൻ വേണ്ടി 9ഓളം ചെക്ക് ഡാം, അതിൽ 5 നല്ല പ്രാബല്യത്തിലുള്ളതുണ്ട്. അതടക്കം ഫുള്ള് കാണിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. പിന്നെ കിണർ മൊത്തത്തിൽ ഇതിനകത്ത് 9ഓളം കിണറുണ്ട് എന്നാണ് മാനേജർ പറഞ്ഞത്. അപ്പോൾ വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതിന് ഏലം ഫുള്ള് കൃഷി ചെയ്യുക എന്നുള്ളൊരു ഐഡിയയിൽ നമ്മളൊരു പാർട്ടിയെ വിദേശത്തു നിന്ന് വന്ന അദ്ദേഹത്തിനെയും കൊണ്ട് പോയതാണ്. നമ്മളപ്പോൾ 1 കിലോമീറ്ററോളം, മൊത്തം പുലിയമ്പാറ ജംഗ്ഷനിൽ നിന്ന് 4.5 കിലോമീറ്ററാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഹെഡിൽ ഈ പറഞ്ഞ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിലേക്ക് ദൂരം. ഞങ്ങൾ ഏകദേശം 2.5 കിലോമീറ്ററോളം അവിടെ റോഡ് പണിയായ കാരണം വണ്ടി കടത്താത്ത കാരണം 2.5 കിലോമീറ്റർ നടന്നു. വീണ്ടും 2.5 കിലോമീറ്റർ 3 കിലോമീറ്റർ ഉള്ളിലോട്ട് നടന്ന് ഷൂട്ട് ചെയ്ത് മുഴുവൻ നിങ്ങളുടെ മുമ്പിലെത്തിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ട് ഇതിൻ്റെ അഭിപ്രായം എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം ബന്ധപ്പെടുക. സ്ക്രീനിൽ തന്നെ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ എവിടെ പോയി തപ്പിയാലും കിട്ടും. എസ്റ്റേ പ്രോപ്പർട്ടിയിൽ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മളെ കണക്റ്റ് ആകുന്നതാണ്. വാങ്ങാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ബന്ധപ്പെടുക. സംശയങ്ങൾ ചോദിക്കുകയാണെങ്കിൽ വാട്സപ്പിൽ കൂടെ ചോദിച്ചോളൂ. വിളിച്ചാൽ കിട്ടിയിട്ടില്ലെങ്കിൽ സുഹൃത്തുക്കളെ. പിന്നെ അന്നത്തെ വീഡിയോയിൽ നമ്മളോട് കുറേ പേര് ചോദിച്ചതാണ് ഇതിൽ നിരന്ന ഭൂമി ഉണ്ടോ എന്ന്. ഇതിൽ 70% നിരന്ന ഭൂമിയാണ്. അതുകൊണ്ട് യാതൊരു പ്രശ്നമല്ല. നമ്മൾക്കിത് റീപ്ലാന്റ് ചെയ്യുമ്പോൾ ഈ കാപ്പി ഏലം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർപ്പസിന് യൂസ് ആകുമെന്ന് നിങ്ങൾ ചാനൽ കാണുന്നവർ നോക്കി അഭിപ്രായം പറഞ്ഞോളൂ. അഭിപ്രായത്തിന് നമ്മൾ എന്ത് വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യാം സുഹൃത്തുക്കളെ. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ലോങ് നിന്ന് കാണുന്നവർ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഫുള്ള് കണ്ടതുകൊണ്ട് നമുക്ക് അഭിപ്രായം 100% പറയാൻ കഴിവുണ്ടാകും. ഇതിനകത്ത് ചുരുങ്ങിയത് ഒരു 93-90 കാലങ്ങളിൽ ഇതിന് 30 കോടി രൂപയ്ക്ക് മരങ്ങൾ മാത്രം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മരങ്ങൾ വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ പ്ലാന്റേഷൻ പറ്റില്ല എന്ന് പറഞ്ഞ കാരണമാണ് ഈ മരങ്ങൾ കൊടുക്കാതിരുന്നിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കണക്കിൽ പ്രകാരം ചുരുങ്ങിയത് ഒരു 50 കോടി രൂപയുടെ മരങ്ങൾ മാത്രം ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. അത് എങ്ങനെ കൊണ്ടുപോകണമെന്നും എന്ന് എനിക്കറിയില്ല. നിങ്ങൾ വീഡിയോ കാണുന്നവർ എന്തെങ്കിലും ഐഡിയയിൽ ഈ മരങ്ങൾ മുറിച്ച് മാറ്റി വേറെ എന്തെങ്കിലും പ്ലാന്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനിൽ നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന് പറ്റിയ ഏരിയയാണ് 200 ഏക്കർ കിടക്കുന്നത്. ഇതിൽ കൂടെ 92 ഏക്കറും കൂടി ഇവർക്ക് പേപ്പർ ശരിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ 92 ഏക്കറും കൂടി വേണമെങ്കിൽ നമ്മൾക്കത് പിന്നീട് മേടിക്കാം. ഈ പ്രോപ്പർട്ടിയിൽ കിടക്കുന്ന 200 ഏക്കറാണ് ഇപ്പോൾ സെയിലിന് വെച്ചിരിക്കുന്നത്. ഏക്കറയ്ക്ക് 15 ലക്ഷം. ടോട്ടൽ പ്രൈസ് 30 CR ആണ് ഈ പാർട്ടികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും നെഗോഷ്യബിൾ ചെയ്യുക എന്ന് മാനേജറിന് നമ്മളായി സംസാരിച്ചിട്ടുണ്ട്. പാർട്ടി വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാനേജറിൻ്റെ തന്നെ എല്ലാവിധ സെറ്റപ്പും ഉണ്ട്. അദ്ദേഹത്തിന് ടോക്കൺ വരെ മേടിക്കാനുള്ള അധികാരിയുമുണ്ട്. അതുകാരണമാണ് നമ്മൾ അദ്ദേഹത്തിനെ തന്നെ പിടിച്ചിട്ടിരിക്കുന്നത്. ഇവർ അപ്പം തന്നെ വന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അവരുടെ ഹെഡിലേക്ക് കണക്ട് ചെയ്യും. ഹെഡിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് കിട്ടുന്ന റിപ്ലൈയാണ് ഇവിടുത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇത് വീഡിയോ കണ്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ട് ആരെങ്കിലും എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു ദിവസം മുമ്പ് അറിയിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്കിത് പെർമിഷൻ എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾക്കിതിൽ 2 വഴിയുണ്ട് സുഹൃത്തുക്കളെ. ഇതിൽ 2 വഴിയിലും 2 വഴിയും ഇവരുടേതാണ്. ഒരു വഴി വന്നിട്ട് പ്രൈവറ്റാക്കി കൊടുത്തിട്ടുണ്ട്. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 80-90 ജീപ്പോളം വെള്ളി ശനി ഞായറുകൾ പിന്നെ ടൂറിസ്റ്റ് സമയങ്ങൾ എന്ന വെക്കേഷൻ സമയങ്ങളിൽ ഡെയിലി 3-4 ട്രിപ്പ് അടിക്കുന്ന ജീപ്പുകൾ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ വഴിയാണ് അവർ പ്രൈവറ്റായി തുറന്നു കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവർക്ക് സ്വന്തമായിട്ട് ഇവരുടെ വഴിയുണ്ട്. അത് ലോക്ക് ചെയ്യാം. അതിലേക്ക് ഫോറസ്റ്റുകാർ പോലും അതിനകത്തേക്ക് കടക്കാൻ പറ്റാത്ത വിധത്തിലാണ്. അവർ പോകണമെങ്കിൽ ഇവരുടെ അലോഡ് മേടിച്ചതിന് ശേഷമേ അവർക്ക് വണ്ടി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ വഴിയുണ്ട്. ഇതിന് 3, 4, 5 പോർഷനാണ്. അങ്ങനെയാണ് ഈ 200 ഏക്കർ കിടക്കുന്നത്. അത് 1, 2, 5, 12 എന്നൊക്കെ പറയുന്നുണ്ട്. അതെനിക്ക് വ്യക്തമല്ല. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾക്കത് പറഞ്ഞു തരാനുള്ള ആൾ നമ്മൾക്കുണ്ട്. നിങ്ങൾ ഫോണിൽ കൂടെ എന്നെ ബന്ധപ്പെടുകയാണെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ മാനേജറിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വ്യക്തമായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരും. കാരണം ലോങ് ഒന്ന് ആരെങ്കിലും വന്ന് നിങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഇത്രയും ദൂരം കയറിയിട്ട് അവിടെ നിന്ന് തിരികെ പോകുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്നാൽ അറിയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് നമ്മൾ പറഞ്ഞു തരാൻ തയ്യാറാണ്. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു 3 മാസമായി ഇതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ട് സുഹൃത്തുക്കളെ. ഇതിന് ഇത്രയും വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇതുവരെ ഇങ്ങനെ ഒരു തുനിഞ്ഞു പോയിട്ടില്ല സത്യത്തിൽ. അതാണ് ഇത് വ്യക്തമായിട്ടും ചാനൽ കാണുന്നവർക്ക് പരിപൂർണമായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള വീഡിയോ ആണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സുഹൃത്തുക്കളെ.
ഇത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ വ്യക്തമായിട്ട് അറിയാം. കാരണം അത്രയും ദൂരം നടന്ന് പോയി, വണ്ടിയില്ലാതെ നടന്ന് തന്നെ പോകണം. കാരണം ഇന്നിപ്പോൾ 2.5 5 കിലോമീറ്റർ റിട്ടേൺ ഇങ്ങോട്ട്. അപ്പോൾ ഏകദേശം 7-7.5 കിലോമീറ്ററോളം നമ്മൾ ഈ ഭൂമിൻ്റെ ഉള്ളിൽ കറങ്ങി ഉറപ്പായും നിങ്ങളുടെ മുമ്പിൽ ഇത് എല്ലാ പോർഷനും എത്തിക്കണം എന്നുള്ള ഉറപ്പായിട്ടും. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മളത് മിസ്സായി എന്ന് നിങ്ങളത് ഷൂട്ട് ചെയ്തിട്ടില്ല, അല്ല ആ ഭാഗം പ്ലെയിൻ ലാൻഡ് ഇല്ല എന്ന് പറയരുത് എന്ന് പറഞ്ഞത് കാരണം വ്യക്തമായിട്ടും നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും മനസ്സിലാക്കുന്ന വിധത്തിലാണ് നമ്മൾ ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ എന്തായാലും ആദ്യമായി കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടും സുഹൃത്തുക്കളെ. ഈ വീഡിയോയ്ക്ക് ഇത്രയും നേരം പറഞ്ഞ അവസ്ഥയ്ക്ക് തന്നെ നിങ്ങൾ നേരത്തെ തന്നെ ലൈക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അത്രയും സങ്കടകരമായിട്ടുള്ളൊരു ഇന്നത്തെ ദിവസം. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 2 7 7.5 കിലോമീറ്റർ നടന്ന് തന്നെ ഷൂട്ട് ചെയ്യേണ്ട ഒരു വന്നിരിക്കുന്നത്. കാരണം അതിൽ എനിക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നില്ല. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട്, വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും നടന്ന് അത്രയും തിരിച്ചും പോകാനുള്ളത്. അതിൻ്റെ ഇടയിൽ വേറെ രസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങളുടെ വീഡിയോയിൽ വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. അത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടവർക്ക് വ്യക്തമായിട്ട് അറിയാം അതെന്താണെന്ന്. നിങ്ങളിത് ഇപ്പോൾ കാണും സുഹൃത്തുക്കളെ. കാരണം പറഞ്ഞാൽ അത്രയും ദൂരം നടക്കുമ്പോൾ ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ എന്ത് സംഭവിക്കും എന്ന് നിങ്ങൾക്കറിയാം. ഞാൻ ഷൂട്ട് ചെയ്തത് എനിക്ക് നടന്ന് പോകുമ്പോൾ സ്പീഡിൽ ഷൂട്ട് ചെയ്ത് പോകുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായ കാരണം ഞാൻ സ്ലോബിലാണ് പോകുന്നത്. ഒരു പാർട്ടിയും മാനേജറുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ഫുള്ള് കറങ്ങുന്നുണ്ട്. അതിൻ്റെ പിന്നെ പാർട്ടിയും മാനേജർ പോകുമ്പോൾ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനും കിലോമീറ്ററോളം കതച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് 200 ഏക്കറിൽ ഏകദേശം 50 CR വരെ എന്ന് വെച്ചാൽ ഏകദേശം മാനേജറുടെ കണക്കാണ്. 90 കാലങ്ങളിൽ 30 CRന് ചോദിച്ചിട്ടുണ്ട്. ഇന്നത്തെ കണക്കിലാണെങ്കിലും മരങ്ങൾ മാത്രം 50 CRന് വിൽക്കും. ഇവരാകെ ചോദിക്കുന്നത് 30 CR ആണ്. ടോട്ടൽ 200 ഏക്കറിക്ക് ചോദിക്കുന്നത്. കാപ്പിയും ഏലം, കുരുമുളക്, അതിനിടയിൽ വേറെ കുറേ സാധനങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമ്മൾക്കറിയില്ല. അത് അവരുടെ അടുത്ത് തന്നെ നേരിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ചോദിക്കാം സുഹൃത്തുക്കളെ. ഇത്രയും മനോഹരമായിട്ടുള്ള ഈ 200 ഏക്കർ കേരളത്തിൽ ഈ നെല്ലിയാമ്പതിയിൽ തന്നെ എൻ്റെ അറിവിലുള്ളൂ. വേറെ ഇപ്പോൾ ഇത്രയും വില കമ്മിയായിട്ടുള്ളത്, 200 ഏക്കർ ചിലപ്പോൾ പിടിക്കാൻ പറ്റുമായിരിക്കും. ഇത്രയും വില എന്ന് വെച്ചാൽ ഏക്കറയ്ക്ക് 15 ലക്ഷം രൂപ പറയുമ്പോൾ സെൻറ്റിന് 15,000 രൂപയാണ് ചോദിക്കുന്നത്. അതും നെഗോഷ്യബിൾ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട് പാർട്ടി. അപ്പോൾ നിങ്ങൾ വന്ന് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നേരെ മാനേജറിൻ്റെ അടുത്ത് സകല പേപ്പറും ഉണ്ട്. ഒരു ടോക്കൺ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേപ്പർ വാങ്ങിയിട്ട് പോകാം. ആ പേപ്പറിൽ ഇഷ്യൂസ് ഉണ്ട് എന്തെങ്കിലും, നിങ്ങൾക്ക് അത് നിങ്ങളുടെ വക്കീൽ പറയുകയാണ് ലീഗൽ എടുത്തിട്ട് അത് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്ന് പറയുകയാണെങ്കിൽ ആ ടോക്കൺ തിരിച്ചു തരും. അങ്ങനെയുള്ള മാനേജറാണ് കൂടെയുള്ളത്. അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പരിപൂർണമായി തോന്നിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിച്ചാൽ മതി. ഇതിൽ വേറെ ലോണോ ഇതൊന്നുമില്ല. പേപ്പർ പക്കയാണ്. ആ പേപ്പർ ഇത് പഴയകാലത്തെ ഡോക്യുമെൻ്റ് എന്ന് വെച്ചാൽ ബാക്ക് ഡോക്യുമെൻ്റ് കൊല്ലങ്കോട് രാജാവിൻ്റെയാണ് ബാക്ക് ഡോക്യുമെൻ്റ്. ആ ഡോക്യുമെൻറ്റിൽ പരിശോധിക്കാനൊന്നുമില്ല. ആ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട സുഹൃത്തുക്കളെ. ഈ ഭൂമി നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം. വന്ന് നോക്കി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പാർട്ടിയായിട്ട് നേരിട്ട് ഇരുത്തിത്തരേണ്ട ഉത്തരവാദിത്തം നമ്മൾക്കാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രശ്നമല്ല. ഇതിപ്പോൾ നമ്മൾ ഏകദേശം ടോപ്പിൻ്റെ താഴ്ഭാഗം എത്തി. നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ ഒരു പദ്ധതി കണ്ടിട്ടാണ് ഇദ്ദേഹം ഇറങ്ങിപ്പോകുന്നത്. നമ്മുടെ കൂടെ വന്ന ആൾ അവിടെ ഒരു കാര്യം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മാനേജർ അതേ എയിം വെച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ പിന്നാലെ നടന്ന് ഷൂട്ട് ചെയ്തുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ പോയി കാണിച്ചു തരാം നിങ്ങൾക്ക്. ഏകദേശം ഒരു 5 ഏക്കർ ബോട്ട് ഹൗസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള അവിടെ ഒരു ചെക്ക് ഡാം വലുതുണ്ട്. അതിന് ഇപ്പോൾ ഏകദേശം ഒരു 1.5 ഏക്കറിൽ മേലെ ഉണ്ടാവുള്ളൂ. അതൊരു 5 ഏക്കർ വിസ്തീർണമാക്കി അതിലൊരു ടൂറിസ്റ്റ് ബോട്ട് ഹൗസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഊട്ടിയിലെല്ലാം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അത് എത്രമാത്രം പ്രാബല്യത്തിൽ വരുത്താൻ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടി നിങ്ങൾക്കും കൂടി അത് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ കാണുന്നവരാരെങ്കിലും അങ്ങനെ ഒരു ഐഡിയയും കൂടി ഉണ്ടെങ്കിൽ, ടൂറിസ്റ്റ് ഏരിയയാണ് നെല്ലിയാമ്പതി. നല്ല ഇപ്പോൾ ടൂറിസ്റ്റ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. ഇത്രയും വില കമ്മിയായിട്ടുള്ള ഒരു 15 ലക്ഷം രൂപ സെൻറ്റിന് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കി നടക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് സുഹൃത്തുക്കളെ. ഇത് എൻ്റെ സ്വന്തം കാലാണ്. ആ കാണിച്ചത് അട്ടയാണ്. എന്നെ ഇപ്പോൾ 3 അട്ട പിടിച്ചിട്ടുണ്ട്. അടിയിൽ ഒരെണ്ണമുണ്ട്, 4 പിടിച്ചിട്ടുണ്ട്. ആ മുമ്പിൽ പോണ ആളുടെ കയ്യിലാണ് ഈ അട്ട പോകാനുള്ളൊരു മരുന്ന്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് മൂക്കുപൊടിനെ അതിനെ പാക്കറ്റ് പൊട്ടിച്ച് ഈ അട്ടൻ്റെ മേത്തിട്ട് കഴിഞ്ഞാൽ അട്ട പോകും എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞു. നമ്മളിപ്പോൾ 5 ഏക്കർ
ചെക്ക് ഡാം എന്ന് പറയുന്ന വെള്ളം കെട്ടി നിൽക്കുന്ന സ്റ്റോറേജ് ചെയ്ത ആ പ്രോപ്പർട്ടിൻ്റെ എന്ന് വെച്ചാൽ നമ്മുടെ ടോപ്പിൻ്റെ അടിഭാഗം എന്ന് വെച്ചാൽ ഇതൊരു പോർഷനാണ്. ഇതിൽ ഏകദേശം 1.5 ഏക്കറുണ്ട്. ഇത് 5 ഏക്കറാക്കി ബോട്ട് ഹൗസിനുള്ള പ്ലാൻ വരെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് മാനേജർ കൈമാറിയിട്ടുണ്ട്. പേപ്പർ വീഡിയോയിൽ കാണുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കാണിച്ചു തരാം. ഇതിൻ്റെ സ്കെച്ച് ഫുള്ള് നമ്മുടെ കയ്യിലുണ്ട്. എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം സ്കെച്ച് ഒന്ന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കെച്ച് ഇട്ട് തരും. സ്കെച്ച് ഇട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ ബാക്കി മൂവ് ചെയ്താലും മതി. അതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. ഇത് 5 ഏക്കർ ആക്കി ബോട്ട് ഹൗസ് ആക്കുകയാണെങ്കിൽ നല്ല ടൂറിസ്റ്റ് കയറും. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാം പ്ലെയിൻ ലാൻഡാണ്. വണ്ടി പോകാനും വരാനുള്ള സൗകര്യത്തിന് ഒരു പ്രശ്നമില്ല. ജീപ്പ് ഡ്രൈവിങ്ങിലാണ് പറഞ്ഞത്. ഈ 4 കിലോമീറ്റർ 4.5 കിലോമീറ്റർ ജീപ്പ് ഡ്രൈവറിൽ തന്നെ വരാം. ഈ ബോട്ട് ഹൗസ് സെറ്റ് ചെയ്യുന്ന വഴിക്കും ജീപ്പ് വരാനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. പിന്നെ ഈ 43 റിസോർട്ട് ചെയ്യുന്നത് ഈ ഭാഗത്തും ചെയ്യാൻ പറ്റും. കാരണം പറഞ്ഞാൽ അവിടെ ഒരു 10 രൂപ ചെയ്ത് ഇവിടെ ഒരു 10 രൂപ ചെയ്ത് അപ്പോൾ വരുന്ന ആൾക്കാർക്ക് താമസിക്കാൻ ടൂറിസ്റ്റ് ആക്കി മാറ്റാൻ. ഇതും വീണ്ടും അവിടെ നിന്ന് നമ്മൾ കളഞ്ഞു വന്ന് വീണ്ടും എൻ്റെ കാലിൽ കയറി മാനേജറിൻ്റെ കാലിൽ കയറിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ ടോപ്പിലെത്തി ഈ ചെക്ക് ഡാം കാണിച്ചു കൊടുത്ത് റിട്ടേൺ വരുന്ന വഴിയാണ്. പഞ്ചായത്ത് നമ്മുടെ ജീപ്പ് നിൽക്കുന്ന അവിടെ വന്ന് ജീപ്പ് നിന്ന് അവിടെ നിന്ന് റിട്ടേൺ വരികയാണ്. നമ്മളിപ്പോൾ ബാക്കിൽ കയറി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാണ് കാട് തെളിച്ച സ്ഥലം. ഇപ്പോൾ ഏകദേശം ഞാൻ 1 മാസം തെളിച്ചു കൊണ്ടിരിക്കുന്നു പറഞ്ഞില്ലേ. ആ തെളിച്ച ഭാഗം എത്ര ക്ലിയർ ആയിട്ടുണ്ടെന്ന് നോക്കൂ. ഇത് ഇപ്പോൾ പഞ്ചായത്ത് പണി കഴിഞ്ഞ് മഴക്കാലം മഴ നിന്നത് കാരണമാണ്. ജീപ്പ് ഒരു 15 ദിവസമായിട്ട് ജീപ്പുകൾ ഇപ്പോൾ നെല്ലിയമ്പതിയിൽ മണ്ണിടിച്ചില്ല കാരണം വണ്ടികളൊന്നും കയറാനും വരാനും സൗകര്യമില്ലാത്ത കാരണം ജീപ്പുകളൊന്നും ഓടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർക്ക് പണിയെടുക്കാൻ 4-5 ദിവസമായിട്ട് വെയിലായതുകൊണ്ട് പണിയെടുക്കാൻ നന്നായിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും നാഷണൽ ഹൈവേ പോലെ കിടക്കേണ്ട ഇടതുവശത്തും വലതുവശത്തും കാണുന്ന പ്രോപ്പർട്ടി നമ്മുടേത് തന്നെയാണ്. ഈ പുലിയാമ്പാറ ജംഗ്ഷനിൽ നിന്ന് നേരെ ഈ വഴി പോകുമ്പോൾ ഫോറസ്റ്റ് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഈ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ കഴിഞ്ഞാൽ ഇടതുവശത്തും വലതുവശത്തും കാണുന്ന മുഴുവൻ പ്രോപ്പർട്ടിയും ഈ നെല്ലിയമ്പതി പ്ലാന്റേഷൻ്റെ തന്നെയാണ്. 200 ഏക്കർ 292 ഏക്കറാണ് മൊത്തം ടോട്ടൽ ഉള്ളത്. 200 ഏക്കറാണ് ഇപ്പോൾ നമ്മൾ സെയിലിന് വെച്ചിരിക്കുന്നത്. മൊത്തം 30 CR ചോദിക്കുന്നുണ്ട്. പാർട്ടികൾ ആരെങ്കിലും കണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെട്ടോളൂ. എന്ത് സൗകര്യം വേണമെങ്കിലും നമ്മൾ ചെയ്തു തരും. മാനേജർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്ത് പ്രോപ്പർട്ടി അല്ല എന്താണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത്, എന്ത് പ്ലാന്റാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം അഗ്രികൾച്ചർ പവർസിൽ അവിടെ ജോലി കൊണ്ടിരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് പരമായിട്ട് വർഷങ്ങളോളം ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അയാൾക്കറിയാം എന്ത് പ്ലാന്റ് ചെയ്യണം എന്താണ് എന്നുള്ളത്. ആൾ റിട്ടയർഡ് ആയതിനു ശേഷം ഈ കമ്പനിയിൽ കയറിയിട്ടുണ്ട്. ഇതിൽ ആൾക്കാർ മുഴുവൻ അദ്ദേഹത്തിന് അറിയുന്നത് കൊണ്ട് വർഷങ്ങളായിട്ടും ഇപ്പോൾ ഈ 200 ഏക്കറിൻ്റെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. അത് കാരണം നമ്മൾക്ക് യാതൊരു പ്രശ്നമല്ല. നിങ്ങൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും അദ്ദേഹം പറഞ്ഞു തരാൻ സന്മനസ് കാണിക്കും 100%. അദ്ദേഹം എപ്പോൾ വേണമെങ്കിലും വരാനും പോകാനും തയ്യാറാണ്. അയാൾക്ക് ഒരു ദിവസം മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അയാൾ റെഡി പറയും. നമ്മൾക്കത് പെർമിഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോകാം. പിന്നെ നിങ്ങൾ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ദിവസം മുമ്പ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കണ്ട് അവിടെ ഒരു ദിവസം താമസിക്കണമെന്ന് എന്ന് പറയുകയാണെങ്കിൽ ഈ ബംഗ്ലാവിൽ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെ ഫുഡ് അറേഞ്ച് ചെയ്യാൻ ആളുണ്ട്. എല്ലാം റെഡിയാണ് സുഹൃത്തുക്കളെ. പുറത്തുനിന്ന് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിച്ചതിന് ശേഷം വന്നാൽ മതി. നാട്ടിലുള്ളവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വിദേശത്ത് അയച്ചു കൊടുത്ത് ഇത്രയും വലിയൊരു പ്രോപ്പർട്ടി എടുക്കാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ 3-4 ആൾ ഷെയർ ചേർത്തിട്ട് എടുക്കാനുണ്ടോ? വില കമ്മിയായിട്ടുള്ളതാണ്. ഈ കേരളത്തിൽ എവിടെയും ഇത്രയും വില കമ്മിയായിട്ടുള്ളൊരു സ്ഥലം കിട്ടാനില്ല. 15 രൂപ പറയുന്നത് വിലയല്ല. കേരളത്തിൽ എവിടെയും കിട്ടാനില്ല. അത് ഉറപ്പായിട്ട് നിങ്ങൾ എവിടെ വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. 15 ലക്ഷം രൂപ പെർ ഏക്കറിൻ്റെതെന്ന് പറയുകയാണെങ്കിൽ അതും കാപ്പിയും ഏലമാണ്. അതിനെല്ലാം പരിപാലിച്ച് കാരണം പറഞ്ഞാൽ കാട് തെളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ 8 വർഷമായിട്ടുള്ള പ്ലാന്റ് അത് 7 വർഷം തന്നെ ഇവരൊന്നും ചെയ്യാത്ത കാരണം കിട്ടാനില്ല. പിന്നെ അത്യാവശ്യം 2 വർഷം ഇവർ തെളിയൊക്കെ നോക്കിയപ്പോൾ ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽ മുഴുവൻ അച്ചായൻ തരും എന്ന് വെച്ചാൽ മാനേജർ തരും എന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ. എത്ര വാർഷിക വരുമാനം കിട്ടും എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ വാർഷിക വരുമാനമൊന്നുമില്ല. 4, 5, 10 താഴെ ആൾക്കാരാണ് പണിക്കാരുള്ളത്. അത് കുരുമുളകും ഏലം മാത്രമാണ് മെയിനായി നോക്കിക്കൊണ്ടിരിക്കുന്നത്. വർഷത്തിൽ എത്രയോ കിട്ടുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് കിട്ടുന്നത് ആഴ്ചയിൽ മറ്റേ ഡെയിലി ഈ വെക്കേഷൻ സമയത്ത് 10,000 രൂപ ഈ ബംഗ്ലാവിൽ കിട്ടാറുണ്ട്. അത് വെച്ചിട്ടാണ് ഇപ്പോൾ അവർ അവിടെയുള്ള പണിക്കാർക്കും അതും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അച്ചായം വന്നും പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ആവശ്യക്കാർ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുണ്ടെങ്കിൽ കൊടുക്കും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. അപ്പോൾ
വീഡിയോ കണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രോപ്പർട്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെട്ടോളൂ. ഈ വീഡിയോ നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ഫോർവേഡ് ചെയ്ത് കൊടുത്തോളൂ, യാതൊരു പ്രശ്നമല്ല. പക്ഷേ നമ്മൾ ആവശ്യക്കാർ മാത്രമായിട്ട് തന്നെ ബന്ധപ്പെടണം, അല്ലാതെ എൻ്റെ അടുത്ത് സംശയം ചോദിക്കാൻ തീർച്ചയായിട്ടും ബന്ധപ്പെടാതിരിക്കും സുഹൃത്തുക്കളെ. ഇത് നെല്ലിയമ്പതി ഏറ്റവും ടോപ്പ് 4500 അടി പൊക്കത്തിൽ കിടക്കുന്ന ഭൂമിയാണ്. ഇതിൽ കേസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ലോണോ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഫോറസ്റ്റ് ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്. ഫോറസ്റ്റ് എല്ലാം ജെണ്ടയിട്ട് ഒതുക്കിയിട്ടുണ്ട്. നമ്മൾക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിലുള്ള എല്ലാ NOCകളും എല്ലാ പേപ്പറുകളും ഓൾറെഡി റെഡിയാണ്. അതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് വന്ന് ഇഷ്ടപ്പെട്ട് ഭൂമി സംസാരിച്ച് വില കൊണ്ട് ഓക്കെ ആയി ടോക്കൺ കൊടുത്ത് പേപ്പർ മേടിച്ച് ലീഗൽ എടുത്ത് എല്ലാ സൗകര്യം ചെയ്തതിന് ശേഷം എന്തെങ്കിലും ലീഗൽ പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് പേപ്പറും ഇങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ പൈസ തിരിച്ചു തരുന്നതാണ്. അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവരത് 20% വൈറ്റ് ചോദിക്കുന്നു, ബാക്കി ബ്ലാക്ക് ആണെങ്കിൽ നോ പ്രോബ്ലം എന്ന് പറയുന്നുണ്ട്. അത് വീഡിയോയിൽ പറഞ്ഞാലും കുഴപ്പമില്ല. വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ദോഷം വരുമോയെന്ന് എനിക്കറിയില്ല സുഹൃത്തുക്കളെ. തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം. എന്ന് വെച്ചാൽ അവർ പറഞ്ഞത് നമ്മൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഉടനെ ബന്ധപ്പെടുക. സ്ക്രീനിൽ തന്നെ വേണമെങ്കിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തപ്പിയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. SA പ്രോപ്പർട്ടി അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഏത് വീഡിയോയിലും വേണമെങ്കിൽ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. 200 ഏക്കർ മനോഹരമായ നെല്ലിയമ്പതി ടോപ്പിൽ കിട്ടാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തന്നെ ഈ പ്രോപ്പർട്ടി വരും. ഒരിക്കൽ കൂടി പറയുന്നു, ആദ്യമായി ചാനൽ കണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യൂ. ലൈക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം ആരും ലൈക്ക് ചെയ്യാതെ കണ്ടിട്ടുണ്ടാകില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 200 ഏക്കർക്ക് ആർക്കാണ് ഭാഗ്യം എന്നറിയില്ല സുഹൃത്തുക്കളെ. ഈ വീഡിയോൻ്റെ ഫുൾ ലെങ്ത് വീഡിയോ നമ്മൾ 200 ഏക്കറേയും മാക്സിമം കവർ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ. നിങ്ങൾക്കും ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. ഇതിൽ 200 ഏക്കറിൽ എന്ത് വേണമെങ്കിലും നമ്മൾക്ക് പിന്നീട് ഗുണം ചെയ്യും. ഇപ്പോൾ കാണുന്നത് പോലെയല്ല നമ്മുടെ കിട്ടിയാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഉടനെ വിളിക്കൂ. ഓക്കെ.